ഹലോ ഹായ് വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ. ഗോപൻ സ്വാമിയുടെ തിരോധാനവുമായി രണ്ട് ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഈ സ്ലാബ് പൊളിക്കുന്നത് ഹിന്ദു മതാചാരത്തെ വ്രണപ്പെടുത്തുന്നതാണോ എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ച് നമ്മുടെ ഭരണഘടന എന്താണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് നോക്കാം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, എന്തടിസ്ഥാനത്തിലാണ് പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് നാട്ടുകാരും എല്ലാവരും ആവശ്യപ്പെടുന്നത്? ഇതിന്റെ ലീഗാലിറ്റി, ഇതിന്റെ നിയമവശം എന്താണെന്നാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഈ ഒരു ക്ലിപ്പ് ഒന്ന് കണ്ടു നോക്കാം. സഹകരിക്കാൻ പറ്റില്ല. അതിന് മരിച്ചില്ലല്ലോ, മരിച്ചില്ലല്ലോ. ഹിന്ദു മതാചാരത്തെ വ്രണപ്പെടുത്തുമെന്നാണ് ആ മകൻ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ നമുക്ക് ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാനുണ്ട്. ഇത് മനസ്സിലാക്കുന്നതിന് മുമ്പ് നമുക്കൊരു കേസ് നോക്കണം, എന്നാലേ ഈ ഒരു കാര്യം വ്യക്തമാവുകയുള്ളൂ. നമുക്കറിയാം, കർണാടക ഹിജാബ് ബാൻ കേസ്. ഈ കേസിൽ ഹൈക്കോടതിയും അതുപോലെ തന്നെ സുപ്രീം കോടതിയും കണ്ടെത്തിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഹിജാബ് ധരിക്കുക ഇസ്ലാമിൽ മാൻഡേറ്ററി ആയിട്ടുള്ള, അതായത് നെസസറി ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്നാണ് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ ഈ ഗോപൻ സ്വാമിയുടെ സമാധി എന്ന് പറയുന്ന കാര്യം, അതായത് സമാധി എന്ന് പറയുന്നത് ഹിന്ദു റിലീജിയസ് പ്രാക്ടീസിൽ നിർബന്ധമായിട്ടുള്ള മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം ഒരുപാട് സ്വാമിമാർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഇത് ഏതാനും ചിലർ മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണ് എന്നുള്ള ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഇത് ഒരു മാൻഡേറ്ററി അല്ലെങ്കിൽ നെസസറി ആയിട്ടുള്ള ഹിന്ദു എന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഇത് ആർട്ടിക്കിൾ 25, നമ്മളുടെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 25ന്റെ ഉള്ളിൽ പെടുന്നതല്ല എന്നാണ് ഇതിലൂടെ മനസ്സിലാവുന്നത്. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, എന്തടിസ്ഥാനത്തിലാണ് പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളത്? BNSS 194 പ്രകാരം അതിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് പോലീസുകാർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഒന്ന് സൂയിസൈഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇവിടുത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. A person died under circumstances raising a reasonable suspicion that some other person have committed an offense. ഒരു ഒഫൻസ് ഒരു പേര് ചെയ്തിട്ടുണ്ട് എന്നൊരു സംശയം ഉണ്ടെങ്കിൽ, അതിലൊരു സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? പോലീസുകാർ ഈ ഒരു ബോഡി പോസ്റ്റ്മോർട്ടം, ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടം എല്ലാം ചെയ്ത് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് രണ്ട് നെയ്ബേഴ്സിന്റെ വിറ്റ്നസും കൂടി വേണമെന്ന് ഈ ഒരു നിയമത്തിൽ പറയുന്നുണ്ട്. ആ ഒരു അടിസ്ഥാനത്തിലാണ് ഈ ഒരു കാര്യം, അതായത് ഇപ്പൊ പോസ്റ്റ്മോർട്ടം വേണം എന്നുള്ള ഒരു കാര്യം അവകാശപ്പെട്ടിട്ടുള്ളത്. നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഒരു പോസ്റ്റ്മോർട്ടം, അതായത് ഇപ്പം സ്ലാബ് പൊളിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്തേ പറ്റൂ. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എന്റെ കാര്യം തന്നെ എടുക്കാം, ഞാൻ ഒരാളെ കൊന്ന് ഇപ്പം കുഴിച്ചിട്ടിട്ട് ഇത് എന്റെ റിലീജിയസ് പ്രാക്ടീസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്താ ചെയ്യാൻ പറ്റുക? സമാധി ആയതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം, ഈ സമാധി എന്നുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ ഈ സമാധിക്ക് അതിൻ്റെതായിട്ടുള്ള ലോ കൊണ്ടുവരണം, നിയമം കൊണ്ടുവരണം. അതുപോലെ തന്നെ ഇപ്പോൾ നടന്നിട്ടുള്ള ഈ ഒരു സംഭവം, ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് പുറം ലോകം അറിഞ്ഞേ പറ്റൂ. അല്ലെങ്കിൽ ഒരുപാട് സമാധികൾ ഇതുപോലെ പലയിടത്തും ഉയരും. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇൻഫോർമേറ്റീവ് ആയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ അനദർ വീഡിയോ. ഓക്കെ, താങ്ക് യു.